السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പടച്ച റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ച് അള്ളാന്റെ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ പടച്ച റബ്ബിന് ഇഷ്ടമുള്ള മാർഗത്തിൽ ജീവിച്ച് മരണം സന്തോഷത്തോടുകൂടിയാക്കി പരലോകം സ്വർഗപൂങ്കാവനത്തിൽ പ്രവേശിക്കാൻ വിശ്വാസത്തെയും കർമ്മങ്ങളെയും സ്വഭാവ ആചാര അനുഷ്ഠാനങ്ങളെയും ക്രമീകരിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഇതിന്റെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അയൽക്കൂട്ടം എന്നാണ് പേരിട്ടിട്ടുള്ളത്. നമ്മൾ സാധാരണ നമ്മൾ അയൽവാസികളും കുടുംബക്കാരും ഒന്നിച്ചിരിക്കാറുണ്ട്. അതൊരു പക്ഷേ ഒരു മംഗലത്തിനോ മറ്റുള്ള നമ്മുടേതായ വീട്ടിലും കുടുംബത്തിലുമുള്ള ഫംഗ്ഷനുകൾക്ക് വേണ്ടിയാണ്. അവിടെ നമ്മൾ ഒരുമിച്ചുകൂടി നമ്മൾ ഒരുപാട് ആളുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. വീട്ടിലുള്ളവരെ കുറിച്ചും കുടുംബക്കാരെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അയൽക്കൂട്ടം എന്ന പേരിട്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതും നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നതും നമ്മളെക്കുറിച്ച് മാത്രം സംസാരിക്കാനാണ്. അത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും കുറവാണ്. പലപ്പോഴും സ്വന്തത്തെക്കുറിച്ച് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണുള്ളത്. നമ്മൾ നാട്ടുകാരെ കുറിച്ചാണ് പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്.
എങ്കിൽ പ്രിയപ്പെട്ടവരെ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഷാഫിച്ചാന്റെ മുറ്റം അള്ളാഹുവിന്റെ മലക്കുകൾ സന്നിഹിതരാകുന്ന ഒരു മുറ്റമായി മാറിയിരിക്കുകയാണ്. പടച്ച റബ്ബിന്റെ ദീനെ ചർച്ച ചെയ്യുന്ന, അള്ളാഹ്ക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള അള്ളാന്റെ കലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയിലാണ് നമ്മളുള്ളത്. നമ്മളിവിടുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ പിരിഞ്ഞു പോകും. നമ്മൾ പിരിഞ്ഞുപോയി കഴിഞ്ഞാൽ ഈ കൂട്ടത്തുനിന്ന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചില മലക്കുകൾ കയറിപ്പോകുമത്രേ. ഇവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ എവിടെന്നാ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന സ്ഥലത്തു നിന്നാണ് പേരൊക്കെ പരാമർശിച്ച് അള്ളാന്റെ അടുക്കല് മലക്കുകൾ ഉത്തരം പറയുന്നത്. അള്ളാഹ്ക്കത് അറിയാത്തോണ്ട് ചോദിക്കുന്നതല്ല, അള്ളാഹ് അറിഞ്ഞോണ്ട് ചോദിക്കണം എവിടുന്നാ വരുന്നത്. ഇന്ന സ്ഥലത്ത് നിന്ന്, ഇന്ന പ്രദേശത്ത് നിന്ന്, ഇന്ന വീട്ടിന്റെ മുറ്റത്ത് നിന്നാണെന്ന് പറയുമ്പോ എന്താ അവിടെ കൂടിയ ആളുകളെ എന്തിനാ കൂടിയിരിക്കുന്നത്? ഒന്നുമില്ല റബ്ബേ, നിന്റെ മതം ചർച്ച ചെയ്യുകയാണ് എന്നാണ്. എന്താ അവരുടെ ആവശ്യം? സ്വർഗമാണ്. എന്താണ് അവർ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്? നരകത്തെന്നാണ്. എങ്കിൽ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹ് പരലോകത്ത് നമ്മുടെ പേരുകൾ പരാമർശിച്ച് പറയുമെന്നാണ്. അതിന് ഈ മുറ്റം സാക്ഷിയായിരിക്കാൻ അള്ളാഹു ഈ കുടുംബത്തിനും ഈ വീട്ടുകാർക്കും ഖൈറും ബറകാത്തുകളും സമ്പത്തിലും സന്താനങ്ങളിലും ജീവിതത്തിലും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 40 വയസ്സുവരെ മാത്രം ജീവിച്ച അമവി ഭരണകൂടത്തിലെ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിരുന്നു ഒരു വേള നമ്മളൊക്കെ പേര് കേട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഉണ്ടുസഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. മലയാളക്കരയിൽ നിന്ന് രചിക്കപ്പെട്ട കോഴിക്കോട്ടുകാരന്റെ സാഹിത്യകൃതിയിൽ നിന്നും രൂപം കൊണ്ട ഒരു ചെറിയ, നമ്മളൊക്കെ നാവുകളിൽ സുന്ദരമായി പാടി നടക്കുന്ന ഒരു കാവ്യം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ചിട്ടാണ്. പ്രഗത്ഭനായ ഭരണാധികാരി, അതിനപ്പുറം മഹാനായ പണ്ഡിതൻ. ഒരിക്കൽ അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു ഖബർസ്ഥാനിൽ നിന്ന് ഒരു മറമാടൽ കഴിഞ്ഞ്, ഒരു ഖബറിന്റെ മറമാടൽ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തെ കാത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ നിന്നു എന്നാണ്. അദ്ദേഹം വന്നു ചേർന്നപ്പോൾ വൈകി വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, അല്ല നിങ്ങളെ കാത്തിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ നിന്നിരുന്നത്, എന്തേപ്പം നിങ്ങൾ വൈകി എന്നാണ്. അദ്ദേഹം പറഞ്ഞു അത്രേ, ഖബർ എന്നെ പിന്നിൽ നിന്ന് വിളിച്ചു. ഖബർ സംസാരിക്കില്ല, വിളിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ തന്നോടൊപ്പം ജീവിക്കുന്ന തന്റെ കൂട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഖബർ എന്നെ പിന്നിൽ നിന്ന് വിളിച്ചു. എന്നിട്ട് ഖബർ എന്നോട് ചോദിച്ചു, അല്ല ഉമർ, താങ്കൾ ചോദിച്ചുവല്ലോ, ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകൾ മരിച്ചു കഴിഞ്ഞ് ഖബറിലേക്ക് കൊണ്ടുവന്നു വെച്ചാൽ ഖബറെ നീ എന്താണ് ചെയ്യുക എന്ന് നീ എന്നോട് ചോദിച്ചുവല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറഞ്ഞു അത്ര, അതെ ഞാൻ ചോദിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വേർപാടിൽ, അവരുടെ വേർപാടിൽ നിങ്ങൾ അങ്ങേയറ്റം വേദനിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് 6 അടി മണ്ണിൽ വെച്ച് ഖബറിൽ വെച്ച് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളാ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളെ കൊണ്ട് ആദ്യം ചെയ്യുക, അവരുടെ കഫം പുടവ ഞങ്ങളങ്ങ് പിച്ച് ചീന്തിക്കളയുമെന്നാണ്. പിന്നെ അവരുടെ ശരീരത്തിലെ രക്തത്തെ ഞങ്ങളങ്ങ് ഊറ്റിക്കുടിച്ചു കളയും. ശേഷം ആ ശരീരത്തിലെ മാംസങ്ങളെയും കണ്ണുകളെയും ഞങ്ങള് പുറത്തേക്ക് ഇട്ടുകളയും. എന്നിട്ട് ആദ്യം മുൻകൈയിനെ കണങ്കൈയിൽ നിന്നും ഞങ്ങൾ വലിച്ചു വരും. പതിയെ പതിയെ ചിത്രം പറയണം ഖബറിന്റെ. ആദ്യം മുൻകൈയുകളെ കണങ്കൈയിൽ നിന്നും ഞങ്ങൾ വേർപെടുത്തും. കണങ്കൈയിനെ തണ്ടക്കൈയിൽ നിന്നും ഞങ്ങൾ ഊരിയെടുക്കും. ആ തണ്ടക്കൈയിനെ നിങ്ങൾ ഷോൾഡറിൽ നിന്നും ഞങ്ങൾ വലിച്ചു വരും. കാൽപാദത്തെ കണങ്കാലിൽ നിന്നും, കണങ്കാലിനെ തുടയിൽ നിന്നും, തുടയെ നിങ്ങളുടെ അരക്കെട്ടിൽ നിന്നും ഞങ്ങൾ വലിച്ചു വരും എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ പ്രക്രിയ അവിടെ നടക്കുമെന്നാണ്. ഇത് പറഞ്ഞിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കൂട്ടുകാരുടെ മുമ്പിൽ നിന്നൊന്ന് കരഞ്ഞു എന്നാണ്. എന്നിട്ട് അദ്ദേഹം അവർക്ക് കൊടുത്തൊരു മെസ്സേജ് നമുക്ക് സുപരിചിതമായ ഒരു ആയത്തിന്റെ ആശയമായിരുന്നു. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, എന്നെന്നും ബാക്കിയാവുന്നതും എന്നും നിലനിൽക്കുന്നതും പരലോകമാണ് എന്നൊരു സന്ദേശം കൈമാറി എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആര് വേണ്ടാന്ന് പറഞ്ഞാലും, എത്ര കണ്ട് നമ്മൾ പണം ചെലവഴിച്ചാലും, നമ്മൾ ആരോടൊക്കെ പറഞ്ഞ് എത്ര സന്നാഹങ്ങൾ തയ്യാറാക്കി വെച്ചാലും മരിക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല.
മരണത്തിന് ശേഷം അവ്വലു ബാബുൽ ആഖിർ, പരലോകത്തിന്റെ ആദ്യ കവാടം എന്ന് വിശേഷിക്കപ്പെട്ട ഒരു ഖബറിന്റെ ചിത്രമാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നാലാം ഖലീഫ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മരുമകൻ ഫാത്തിമ ബീവിയുടെ ഭർത്താവ്, അലിയാർ തങ്ങളെ കുമൈൽ എന്ന കൂട്ടുകാരനെയും കൊണ്ട് ജന്നത്തുൽ ബഖീഇലേക്ക് അഥവാ സ്വഹാബത്തിന്റെ ഖബറുകളുള്ള ഖബർസ്ഥാനിലേക്ക് ചെന്നിട്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ടത്രേ, ഖബറിലുള്ള ആളുകൾ കേൾക്കില്ല എന്നറിഞ്ഞിട്ടും കൂടെയുള്ള കുമൈലിനോട് ചില കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബറാളികളോട് സലാം പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മൽ അഖ്ബാറു ഇൻദകും, എന്താ നിങ്ങളെ വർത്താനം, നിങ്ങൾ കുറച്ചായാലും പോയിട്ട് ഇവിടുന്ന് ഭൂമിക്കടിയിലെ ഖബറിന്റെ അടുത്ത് നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെ എന്നാണ്. എന്നിട്ട് ചോദ്യം ചോദിച്ച് തിരിഞ്ഞ് കുമൈലിലേക്ക് നിന്നിട്ട് പറഞ്ഞത്രേ, കുമൈൽ, ഇവർക്കെങ്ങാനും കേൾക്കാനും ഉത്തരം നൽകാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ, അത് കഴിയില്ല, അവർക്കെങ്ങാനും കേൾക്കാനും ഉത്തരം നൽകാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർ വിളിച്ചു പറയുമായിരുന്നു, അലിയേ അതൊന്നുമല്ലടാ വിഭവങ്ങള്, ഇവിടുത്തെ വിശേഷങ്ങള്, നിങ്ങള് മരണപ്പെട്ടു പോയപ്പോൾ നിങ്ങളുടെ വിധവകള് വേറെ ആളുകൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സ്വത്തുകൾ മക്കൾക്കിടയിലും വേണ്ടപ്പെട്ടവർക്കിടയിലും വിഭജിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ കിടന്നിരുന്ന സ്ഥാനത്ത് നിങ്ങളുടെ പ്രിയതമകളുടെ കൂടെ മറ്റുള്ള ആളുകൾ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇവിടുത്തെ വർത്തമാനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് അലിയാർ തങ്ങൾ പറയണം, കേൾക്കാനും ഉത്തരം നൽകാനും ആ ഖബറാളികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർ പറയുമായിരുന്നു, അലിയേ അതൊന്നും അല്ലടാ വിഭവങ്ങള്, അസാദു തഖ്വ, തഖ്വയാണ് ട്ടോ, എന്നിട്ട് പോരുമ്പത്തിനും അത് തയ്യാറാക്കി പോന്നോ എന്ന് ഖബറാളികൾ വിളിച്ചു പറയുമായിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പോണതിന് മുമ്പ് ഉണ്ടാക്കേണ്ടത് അതാണ്. കഴിഞ്ഞ മാസം റമളാനിലെ റമളാൻ കഴിഞ്ഞ് വെള്ളിയാഴ്ച കഴിഞ്ഞ് ഇന്നൊരു ശനിയാഴ്ചയാണ്. ഒരു വെള്ളിയാഴ്ച നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു. അവിടുന്ന് എണ്ണിയാല് ഇന്ന് 9ാമത്തെ ദിവസം റമളാൻ കഴിഞ്ഞിട്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. 12 മാസങ്ങൾ അല്ലാഹു ദുനിയാവിനെ സൃഷ്ടിക്കുമ്പോഴും ആകാശഭൂമികളെ സംവിധാനിക്കുമ്പോഴും 1 മുതൽ 12 വരെയുള്ള മാസങ്ങളെ സൃഷ്ടിച്ചിട്ട് ആ മാസങ്ങൾക്കിടയിലെ ഒരു മാസത്തിൽ നിങ്ങൾ പൂർണ്ണമായി നോമ്പെടുക്കാൻ അല്ലാഹു നമ്മളോട് കൽപ്പിക്കുമ്പോൾ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുണ്ടാകാൻ, ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാവാൻ, തഖ്വ പാലിക്കുന്നവരാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പഠിപ്പിക്കുകയാണ്. ആണ് പ്രിയപ്പെട്ടവരെ, നേടിയെടുക്കാൻ കഴിയണം നമുക്ക് തഖ്വ. ആ തഖ്വ അതുമായിട്ട് ജന്നത്ത് വരെ കൂട്ടിന് പിടിച്ച് തഖ്വയെയും കൂട്ടിന് പിടിച്ച് ചേർത്ത് നിർത്തി അവസാന ശ്വാസവും വലിച്ച് എല്ലാവരും കഫം പുടവയും അണിയിപ്പിച്ച് 6 അടി മണ്ണിലേക്ക് വെച്ച് അവിടെ ഖബറാളികളോട് മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുന്നത് വരെ നമ്മുടെ കയ്യിൽ കൂട്ടിന് തഖ്വ എന്ന വലിയൊരു ആയുധം, വിഭവം, അസാദ് വിഭവം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും, എപ്പോഴും കേൾക്കുന്ന സാധനമാണല്ലോ ഈ തഖ്വ എന്താണെന്ന്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നതോ 4 കാര്യങ്ങളാണ്. നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു വേള മഗ്രിബിന്റെ മുമ്പ് നമുക്ക് ഒരു ചെറിയ രൂപത്തിലെങ്കിലും നമ്മുടെ ഭൂമിയെ ഒന്ന് തണുപ്പിക്കാൻ, നമ്മൾ അനുഭവിക്കുന്ന ചൂടിൽ നിന്നും അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരു നിലക്ക് മഴയെ വർഷിപ്പിച്ചു തന്ന് നമ്മൾ അതൊന്നൊക്കെ ഇങ്ങനെ മാറി മാനസികമായിട്ട് മഴ പെയ്യോല്ലേ എന്നുള്ളൊരു ബേജാറും ഒരു പ്രയാസമൊക്കെ നിലവിലുണ്ടെങ്കിലും അള്ളാഹിനോട് ഖൈറിന് വേണ്ടി, ഏതാണ് ഖൈറെന്ന് അള്ളാഹ്ക്കാണല്ലോ അറിയാം, അള്ളാഹിനോട് ഖൈറിന് വേണ്ടി തേടി നമ്മളിവിടെ വന്നിരുന്ന് ഇശായോടുകൂടി നമ്മൾ പിരിയുമ്പോ നമുക്ക് എന്തെങ്കിലും പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ കിട്ടണം. അതുകൊണ്ട് ഒരു 4 കാര്യമാണ് ഇന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളെ മനസ്സിൽ വേണ്ടത്. അതിലൊന്നാണ് ഞാൻ ഇപ്പൊ പറയാൻ പോണ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ആ 4 കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. അതിലൊന്ന് അദ്ദേഹം തഖ്വയെ പഠിപ്പിച്ചു തരുന്നു. അൽ ഖൗഫു മിനൽ ജലീൽ, അത്യുന്നതനായ അള്ളാഹുവിനോടുള്ള പേടിയാണ് തഖ്വ എന്നാണ്. ഒന്നാമത്തേത് അദ്ദേഹം പറയുന്നത് അൽ ഖൗഫു മിനൽ ജലീൽ, അത്യുന്നതനായ ലോകത്തിന്റെ സൃഷ്ടാവായ, ലോകത്തിന്റെ ഖജനാവുകളെ താക്കോലുകൾ കയ്യിലുള്ള, അവനറിയാതെ ഒന്നും നടക്കാത്ത ഈ ദുനിയാവിന്റെ അധിപനായ, ഉടമയായ, അധികാരസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഖൗഫ് പേടിക്കണം എന്നാണ് തഖ്വ. അല്ലാഹുവിനെ പേടി എന്താണെന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്രയിലാണ്.
ഒരു താഴ്വരയിലെത്തിയപ്പോൾ നിറയെ അവിടെ മാടുകളുണ്ട്. അതിനെ നോക്കാൻ ഒരു ആട്ടിടയനായൊരു ബാലനുമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പരീക്ഷിക്കണ ആട്ടിടയനെ, ഒന്ന് തരോ, എനിക്ക്, ഞാൻ നിനക്ക് വില തരാം എന്നായിരുന്നു. ആട്ടിടയനായ ബാലൻ പറഞ്ഞു, എന്റേതല്ല, ഇതിനുടമസ്ഥനുണ്ട്. വീണ്ടും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത്ര കൂട്ടം, ഇത്രയും വലിയൊരു കൂട്ടത്തിന്റെ ഇടയിന്ന് നീ എനിക്കൊന്ന് വിറ്റ് അതിന്റെ ക്യാഷ് നീ എടുത്താൽ അതിന്റെ ഉടമസ്ഥൻ എങ്ങനെ അറിയാൻ? അത്രമാത്രം ഇത് വിശാലായി കിടക്കണുണ്ടല്ലോ, ഓരോ ദിവസവും ഉടമസ്ഥത എങ്ങനെ എണ്ണാൻ നിൽക്കുന്നതാണ്. ആ ബാലൻ പറഞ്ഞു, എത്രേ, ഈ മാടുകളുടെ ഉടമസ്ഥൻ അതറിഞ്ഞിട്ടില്ലെങ്കിലും എന്റെ ഉടമസ്ഥൻ അതറിയുമെന്ന്. അത് തഖ്വയാണ് പ്രിയപ്പെട്ടവരെ, മാനസികാവസ്ഥയാണ്. അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. നമ്മൾ പലപ്പോഴും ഇവിടെ തലനരച്ചവരും മുതിർന്നവരുമുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ കേട്ടുവന്ന, നമ്മുടെ ധർമ്മനിഷ്ഠയുടെ ഒരു കഥയായി കേട്ടുവന്ന ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ രാത്രിയിൽ കുടിലിൽ നിന്നും ശബ്ദം കേട്ടൊരു പാൽക്കാരി പെൺകുട്ടിയുടെ കഥയുണ്ട്. ഇന്നും അല്ല മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ മനസ്സുകളിലും സത്യസന്ധതയുടെ പര്യായമായി പഠിപ്പിക്കപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ മനസ്സിൽ കൊത്തിവെച്ചൊരു കഥയായിരുന്നു അത്. വീട്ടിന്റെ അകത്ത് നിന്ന് സുബ്ഹിനോടടുത്തുള്ള സമയത്ത് അതേ തന്റെ പ്രജകളുടെ ക്ഷേമമന്വേഷിക്കാൻ ഇറങ്ങിയ അമീറുൽ മുഅ്മിനീൻ ഒരു കൊച്ചു കുടിലിൽ നിന്നും ഒരു ഉമ്മയുടെയും ഒരു കൊച്ചു ബാലികയുടെയും സംസാരത്തിന് കാതോർക്കുമ്പോൾ കറന്നെടുത്ത പാല് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ തികയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ എന്നും കൊടുക്കുന്നവർക്ക് കുറയാൻ പാടില്ല, അതുകൊണ്ട് കുറച്ചങ്ങ് വെള്ളം ചേർത്തോളൂ എന്ന് ഉമ്മ പറയുമ്പോൾ ഉമ്മ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് പാടില്ല എന്ന്. ഉമ്മ ചോദിക്കുന്നുണ്ട്, ഈ നട്ടപ്പാതിരക്ക് ഉമർ എങ്ങനെ അറിയാനാണ്? ഉമർ അറിഞ്ഞില്ലെങ്കിലും ഉമറിനെ പടച്ച നമ്മെ പടച്ചൊരു റബ്ബുണ്ടല്ലോ, അവനറിയുമെന്നായിരുന്നു. ആണ് പ്രിയപ്പെട്ടവരെ, അതാണ് പേടി, അതാണ് മാനസികാവസ്ഥ. ആ മാനസികാവസ്ഥയുടെ പേരാണ് അത്തഖ്വ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളോട് പഠിപ്പിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരുടെ എങ്ങനെ ഉണ്ടായി കിട്ടുക? ഇത് വെറുതെ ഉണ്ടാവില്ല, ഇത് വെറുതെ ഉണ്ടാവില്ല. അള്ളാനെ കുറിച്ച് അറിയാത്ത, അള്ളാനെ കുറിച്ച് പേടിയില്ലാത്ത, അള്ളാനെ കുറിച്ച് ഉൾക്കൊള്ളാത്ത ഒരു മനസ്സിന് ഈ പേടി ഉണ്ടാവില്ല. അള്ളാനെ പേടി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടില് നായനെപ്പേടി, പാമ്പിനെ പേടി എന്ന് പറയുന്നത് പോലെയല്ല ഇത്. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാന്റെ ശിക്ഷ അതികഠിനമാണ്. പടച്ചവൻ സൃഷ്ടിച്ചു വെച്ചൊരു നരകമുണ്ട്. ഇവിടെ തോന്നിയാസിയായി ജീവിച്ച ആണിനും പെണ്ണിനും, ഇവിടെ തോന്നിയാസികളായി ജീവിച്ച മനുഷ്യന്മാർക്ക് മരണാനന്തരം നീതിയുടെ ലോകത്ത് അതേ തോന്നിയാസം കാണിച്ചവർക്കുള്ള നീതി, നല്ലത് ജീവിച്ചവർക്ക് സ്വർഗമാണ് നീതിയെങ്കിൽ വേണ്ടാത്തരം കാണിച്ച് ജീവിച്ചവർക്ക് നരകമാണ് നീതി. ആ നരകത്തിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ച ശിക്ഷയുടെ കാഠിന്യം, ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാന്റെ ശിക്ഷ കഠിനാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കണം എന്നാ പറഞ്ഞു. പക്ഷെ ആ പേടി ഉണ്ടാണെങ്കിൽ എന്തുവാണെന്നറിയോ? ശരിക്കും അള്ളാനെ കുറിച്ച് അറിയണം. നിങ്ങൾക്കറിയോ, മുആവിയത്ത് ഇബ്നുൽ ഹക്കം റളിയല്ലാഹു അൻഹു നബിന്റെ അടുക്കൽ ഇങ്ങനെ വന്നു. ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം തേടിയിട്ടാ വന്നിട്ടുള്ളത്. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, അടിച്ചുപോയി എന്റെ അടിമയെ. ഒരു ദേശത്തിന്റെ പുറത്തങ്ങ് അടിച്ചതാണ്, തല്ലിയതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഗൗരവത്തിലെടുത്തു ആ വിഷയത്തെ. അടിമ പെണ്ണിനെ പോലും തല്ലാൻ പാടില്ല എന്നുള്ള നിലക്ക് പ്രവാചകൻ ഗൗരവം കാണിച്ചത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒന്നുകൂടി കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, നബിയെ, ഞാനങ്ങ് മോചിപ്പിച്ചേക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ബെൻസോ അതല്ലെങ്കിൽ ഒരു താറൊക്കെ വെറുതെ കൊടുക്കുമ്പോ നമുക്ക് എത്ര സംഖ്യന്റെ ചെലവുണ്ട് എന്നതുപോലെ അന്നത്തെ ഏറ്റവും വലിയൊരു സംഖ്യയും സമ്പത്തുമായിരുന്നു അടിമ എന്നുള്ളത്. ആ അടിമയെ മോചിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാല് വമ്പൻ സംഖ്യ സ്വതക്ക കൊടുക്കുന്നത് പോലെയാണ്. അദ്ദേഹം അത് തയ്യാറായി റസൂലുള്ളാഹി പറഞ്ഞു, ആയിക്കോട്ടെ, നീ അവളൊന്നും അങ്ങോട്ട് കൊണ്ടുപോവാ എന്നാണ്. കൊണ്ടുവരപ്പെട്ട ആ സ്ത്രീയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ചോദ്യം ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നത്. റസൂലുള്ളാഹി രണ്ട് ചോദ്യം ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം അയ്നല്ലാഹ് എന്നായിരുന്നു. പടച്ചോൻ എവിടെയെന്ന ചോദ്യം.
നമ്മളെ നാട്ടിൽ ഇപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയും നമ്മളെ പ്രായം ചെന്ന വാപ്പനോടും ഉമ്മനോടും നമ്മൾ ചെന്നിട്ട് വാപ്പ നിങ്ങൾക്കറിയോ അല്ല എവിടെയെന്ന് ചോദിച്ചാല് വാപ്പ നമ്മളോട് പറയും എന്ത് ചോദ്യടാ, ഇതൊരു പുതിയ ചോദ്യം. അല്ലെങ്കിൽ നമ്മളെ പാർട്ണറോടും നമ്മളെ അയൽപ്പക്കക്കാരോടും നമ്മളെ കുടുംബത്തിലുള്ള ആളുകളോടും പടച്ചോനെ എവിടെ അറിയോന്ന് ചോദിച്ചാല് ഓല് പറയും എന്താ ഇതൊരു പുതിയൊരു ചോദ്യം, ഇത് പുതിയ ചോദ്യമില്ല. അള്ളാഹുവിന്റെ റസൂല് പണ്ട് ഈ പറഞ്ഞ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ് അയിനല്ലാ, പടച്ചോ എവിടെയെന്ന്. രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? മന്നാന, ഞാനാരാന്നാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ആ സ്ത്രീ, അടിമയായ സ്ത്രീ മറുപടി പറയണേ അള്ള എവിടെയെന്ന് വെച്ചപ്പോ ഇങ്ങനെ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിന്നാണ്. ഫിസ്സമാ എന്ന് പറഞ്ഞാൽ ഉപരിലോകത്ത് ആകാശങ്ങൾക്കും അപ്പുറം, 7 ആകാശങ്ങൾക്കും അപ്പുറാണ് അള്ളാ എന്ന സ്ത്രീ മറുപടി പറഞ്ഞു. അൻത റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാന്റെ നബിയാണ്. രണ്ടാമത്തെ ഉത്തരം. റസൂലുള്ളാഹ് ഉടമയായ മുആവിയ ഇബ്നു ഹക്കം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു വഹിയ മുഅ്മിന, ഓള് സത്യവിശ്വാസിനിയാണ് ട്ടോ, മോചിപ്പിച്ചളെ, വിട്ടളെ. ഞങ്ങളോട് ചോദിക്കട്ടെ, ആ 2 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഉത്തരം ശരി ഉത്തരമല്ല എങ്കിലോ? നബി കൂട്ടിച്ചേർത്ത വഹിയ മുഅ്മിന, സത്യവിശ്വാസിനി എന്ന ദർജയിൽ എത്തൂല. അപ്പൊ പ്രിയപ്പെട്ടവരെ, അള്ള എവിടെയെന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിൽ അല്ല, മനുഷ്യകുലത്തിലെ എല്ലാവരുടെയും മറുപടി അള്ളാന്റെ റസൂലിന്റെ ഈ ഹദീസിലുള്ള ഉത്തരാണ്. അള്ള എല്ലായിടത്തും ഉണ്ട്. അള്ളാഹു സ്വർഗത്തിലാണ്, അള്ള നരകത്തിലാണ്, അല്ലെങ്കിൽ അള്ളാഹു തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ടെന്ന വിശ്വാസം നമുക്കാർക്കും ഇല്ല, ഉണ്ടാകാനും പാടില്ല. കാരണം അപ്പൊ ചോദിക്കും അള്ളാഹു അവിടെയാണ് ഉള്ളത്, പക്ഷെ അള്ള എല്ലാം കാണും ഇവിടുത്തെ, അള്ള എല്ലാം അറിയും ഇവിടുത്തെ, അള്ളാഹു എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഇവിടുത്തെ. അള്ളാഹുവിന്റെ അറിവും കഴിവും ദുനിയാവിലുണ്ട്, ഓരോരുത്തരോടൊപ്പമുണ്ട്. പക്ഷേ അള്ളാഹു ദാത്തിയായി, അസ്തിത്വമായി പടച്ചോനുള്ളത് അങ്ങ് ഉപരിയിലാണെന്ന്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ധാരണ ഇല്ലാത്തവർക്ക് പടച്ചോനെ പേടിക്കാൻ കഴിയൂലേ? കഴിയില്ല. കാരണം അള്ളാഹിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അറിയാത്തവർക്ക് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. കാരണം ഒരാളെ കുറിച്ച് അറിയുമ്പോഴാണല്ലോ, അയാളെ കുറിച്ച് അറിഞ്ഞാലല്ലേ അയാളോടൊരു ബഹുമാനം നിലനിർത്തും. അതല്ല, ഇപ്പൊ നോക്കി നിങ്ങൾ, ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് കെട്ടുമട്ടിലും പലതും തോന്നും. പക്ഷെ അയാളോട് നമ്മളിങ്ങനെ സംസാരിച്ച് അയാളെ സ്വഭാവം കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മളെ നിലപാടുകൾ മാറും. അത് സ്വാഭാവികമായി മാറുന്നതാണ്. ചിലപ്പോ നമ്മൾ ആദ്യം ബഹുമാനം നോട്ടത്തിലും അയാളെ ലുക്കിലൊക്കെ നമ്മളിങ്ങനെ ബഹുമാനം കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ അയാളോട് ഇങ്ങനെ പെരുമാറുമ്പോ ഇയാൾ എന്തോ കുഴപ്പക്കാരനാന്ന് തോന്നുമ്പോൾ നമ്മളെ ബഹുമാനം എന്ത് ചെയ്യും? മനസ്സൊന്ന് കുറയും. അതൊരു സ്വാഭാവികതയാണ്. നമ്മളൊരു പക്ഷെ മനഃപൂർവ്വം ഒന്നും ആയിക്കൊള്ളുന്നില്ല. ചില ആൾക്കാരെ കാണാനും സംഗതി ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ആദ്യത്തെ ഇങ്ങനെ അവഗണിച്ച ഒരു സാധാരണക്കാരൻ എന്ന് പറയുമെങ്കിലും മൂപ്പരോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വിജ്ഞാനവും സ്വഭാവമൊക്കെ കാണുമ്പോൾ നമുക്കറിയാതൊരു ബഹുമാനം ഉണ്ടായിപ്പോവും. അത് അറിഞ്ഞുകൊണ്ടുണ്ടാവുന്നതാണ്. എന്നതുപോലെ അള്ളാഹിനെ അറിയാത്ത ആൾക്കാർക്ക് പ്രിയപ്പെട്ടവരെ എങ്ങനെ അള്ളാഹിനെ സൂക്ഷിക്കാൻ കഴിയും? അള്ളാഹിനെ പേടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് അള്ളാഹ് എവിടെയെന്നുള്ള ചോദ്യത്തിന് നമ്മളെ കുടുംബത്തിന്റെ അകത്ത് ഉത്തരം ഉണ്ട്. ഞാനത് പറയാൻ കാരണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15 കൊല്ലം മുമ്പ് ഈ ഒരു സംഭവം ഞാനൊരു സദസ്സിൽ ഉദ്ധരിച്ചതിന് ശേഷം പ്രായം ചെന്ന തലമുടിയൊക്കെ നരച്ച് താടിയൊക്കെ നരച്ച ഒരാൾ വന്നിട്ട് എനിക്ക് കയ്യെന്നിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യക്ക് ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പറഞ്ഞു. അപ്പൊ ഒരു സങ്കടത്തിലാ മൂപ്പര് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാത്തിനും പങ്കെടുക്കണാണല്ലോ, ഇപ്പൊ ഈ ക്ലാസ്സിനല്ലേ മുപ്പത്തേർക്ക് പങ്കെടുക്കാൻ പറ്റാതെ, പക്ഷെ ഈ ക്ലാസ്സിന് പങ്കെടുക്കേണ്ടതായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേന്ന്. ഞാൻ നിങ്ങളിപ്പോ ഇന്ന് പറഞ്ഞ അള്ളാഹു ഉപരിയിലാണ് എന്ന് പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, അത് എന്റെ ഭാര്യക്ക് പറഞ്ഞുകൊടുത്താൽ മനസ്സിലാവണില്ല. ഇന്നത്തെ ക്ലാസ്സിലോള് വന്നിക്കുകയാണെങ്കിൽ അതാണ് ക്ലിയർ ആയിരുന്നു എന്നാണ്. ഞാനത് പറഞ്ഞെന്തിനാന്ന് വെച്ചാല്, ക്ലാസ്സുകൾക്കൊക്കെ പങ്കെടുക്കുന്ന പല ആളുകൾക്കും പടച്ചോനെ എവിടെയെന്ന് വെച്ചാൽ പല ഉത്തരാണ് എന്ന് പറയുമ്പോൾ അത് അപകടമാണല്ലോ. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ അകത്ത് നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, അള്ള എവിടെയെന്ന് വെച്ചാൽ അള്ള എല്ലായിടത്തും ഉണ്ട്, അള്ള ഇവിടെയുണ്ട് അവിടെയുണ്ട് എന്നൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. അള്ളാഹിനെ തിരിച്ചറിയണം. മറ്റൊന്ന് നിങ്ങൾ നോക്കിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഇങ്ങനെ വിരൽ ചൂണ്ടി കാണിച്ചു കൊടുത്തു. ഒരു യുദ്ധം ഇങ്ങനെ അവസാനിച്ചു, ഒരു മൈതാനാണ്, ഒരു യുദ്ധ ഗ്രൗണ്ടാണ്, ഏകദേശം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ദുഃഖവും രക്തങ്ങളും അതുപോലെ തന്നെ തീയും പുകയും ഒക്കെയായിട്ട് യുദ്ധത്തിന്റെ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കണല്ലോ നമ്മൾ. കിലോമീറ്ററുകളും മൈലുകൾക്കും അപ്പുറം നടക്കുന്ന യുദ്ധത്തിന്റെ ദുരന്തങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിന്റെ അടുക്കളകളിൽ പോലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് അള്ളാഹുവിന്റെ റസൂൽ നേരെ മുമ്പിലുള്ള ഒരു യുദ്ധ ഗ്രൗണ്ട് കാണിച്ചു കൊടുക്കുക. ഏകദേശം യുദ്ധം ഇങ്ങനെ അവസാനിച്ച ഗ്രൗണ്ടാണിത്. റസൂൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. റസൂലുള്ള ചൂണ്ടിയ വിരലിന്റെ അറ്റത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ അവിടെ ഒരു സ്ത്രീയെ കണ്ടു സ്വഹാബികൾ. ആ സ്ത്രീ വല്ലാതെ വാവിട്ട് കരഞ്ഞ് വേവലാതിയോടുകൂടി ദുഃഖത്തോടുകൂടി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്.
കുറെ ഓടുമ്പോ ക്ഷീണിക്കും അങ്ങനെ ഇരിക്കും. അധികമൊന്നും ഇരിക്കാൻ കഴിയൂല, വീണ്ടും എണീറ്റ് ഓടും. അവസാനം ആ സ്ത്രീന്റെ കയ്യിലേക്ക് ഒരു കൈക്കുഞ്ഞ് വന്ന് കിട്ടിയപ്പോ സ്വഹാബത്തിന് മനസ്സിലായി നഷ്ടപ്പെട്ട കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തേട്ടമായിരുന്നു എന്ന്. നേരിട്ട് കാണാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ക്ലാസിന്റെ പ്രത്യേകത, ലൈവായിട്ട് റസൂലിന്റെ ക്ലാസ് ഉണ്ടാക്കി കൊടുക്കുക. ചിലപ്പോ ഇങ്ങനെ നിലത്ത് വരച്ചിട്ട് ഈ വര കണ്ടോ, ഈ വര അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വരച്ചോ റസൂൽ അങ്ങനെ കാണിച്ചു കൊടുക്കും. റസൂൽ ലൈവ് ക്ലാസ് ആയിരുന്നു, നല്ലൊരു അധ്യാപകനായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന് അങ്ങതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായി അത് മനസ്സിലേക്ക് എടുത്തു വെക്കാൻ കഴിഞ്ഞിരുന്നു. ഇത് റസൂൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ കണ്ടു, കിട്ടിയ കുട്ടിയെ മാറിടത്തിലേക്ക് ചേർത്തി വെച്ച് തുരുതുരാ ഉമ്മ കൊടുത്ത് അമ്മിഞ്ഞപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും സ്നേഹപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള ഒരു ചോദ്യം ചോദിച്ചു, സ്വഹാബത്തെ, ആ പെണ്ണുണ്ടല്ലോ, കൈക്കുഞ്ഞുമായി ആ സ്ത്രീ തന്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റസൂല് ചോദിച്ചത്, സ്വഹാബത്തെ, ആ കാണുന്ന അഗ്നിയിലേക്ക്, തീയിലേക്ക് ആ കുഞ്ഞിനെ ആ ഉമ്മ വലിച്ചെറിയുമോ എന്ന്. ഒരു വേള സംശയലേശമന്യേ സ്വഹാബത്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇല്ല നബി, ഒരു സംശയമില്ല, അതവർ പറഞ്ഞില്ല എന്ന്. കാരണം അവരിങ്ങനെ സ്നേഹം കാണുകയായിരുന്നു. അപ്പോഴാണ് റസൂല് സ്വഹാബത്തിനല്ല, ദുനിയാവിൽ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും അള്ളാഹുവിന്റെ റസൂൽ അവിടെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? എന്നാ നിങ്ങൾ അറിയണം, ആ ഉമ്മക്ക് ആ കുഞ്ഞിനോടുള്ള ഇഷ്ടമുണ്ടല്ലോ, കാരുണ്യുണ്ടല്ലോ, അതിനേക്കാൾ പടച്ചവന് പടപ്പുകളോട് ഇരട്ടിക്കരട്ടി കാരുണ്യുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മനേക്കാളും ഇഷ്ടവും സ്നേഹവും ഏറ്റവും കൂടുതൽ വർധനവുള്ള ഒരാളാണ് നമ്മുടെ അള്ളാഹ് എന്നാണ് നബി നമ്മെ പഠിപ്പിച്ചിരുന്നത്. സ്വന്തം ഉമ്മയെ മുന്നിൽ വെച്ച് അള്ളാന്റെ സ്നേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് എന്തിനാന്ന് വെച്ചാൽ, ദുനിയാവിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ഉമ്മന്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടാവും. ഉമ്മന്റെ സ്നേഹം അനുഭവിക്കാത്ത ഒരു കുറവേ ഉണ്ടാവും. ആ ഉമ്മന്റെ തിരിച്ചു കിട്ടേണ്ടതില്ലാത്ത വിധം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ഉമ്മന്റെ സ്നേഹത്തെ മുൻനിർത്തി അള്ളാഹുവിന്റെ കാരുണ്യത്തെയും സ്നേഹത്തെയും പടപ്പുകളോടുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, വല്ലാത്ത കാരുണ്യാണ് അള്ളാഹ്ക്ക് നമ്മളോട് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു തന്ന ഖുദ്സിയായ ഹദീസിൽ അള്ളാഹ് നമ്മളോട് പറഞ്ഞത്, അല്ലാഹ് രാത്രിയതാ കൈകൾ നീട്ടിയിരിക്കുന്നു, പകലിൽ ചെയ്ത തിന്മകൾ അടിമകൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ അല്ലാഹു അതാ പകലിലും കൈ നീട്ടിയിരിക്കുന്നു, അടിമ രാത്രിയിൽ ചെയ്ത തിന്മയെ പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു ദിവസമോ 2 ദിവസമല്ല, ദുനിയാവ് അവസാനിക്കുന്നവരെ എന്നാണ്. നിങ്ങൾ ആലോചിക്കും, ലോകം അവസാനിക്കുന്നതുവരെ അടിമകളുടെ പാപങ്ങളെ പുറത്തു കൊടുക്കാൻ വേണ്ടി രാത്രിയും പകലും കൈനീട്ടിയിരിക്കുന്ന ഒരു ലോകത്തിന്റെ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് പഠിപ്പിച്ചെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് അള്ളാനോടുള്ള ബന്ധം കുറയും. ഇനി നോക്കിങ്ങള്, എന്താ അള്ളാന്റെ പവർ? അള്ളാഹ്ക്ക് കഴിയാത്തത് എന്താ ദുനിയാവിലുള്ളത്? പലപ്പോഴും നോക്കി, ഒരു തോട്ടത്തിൽ 2 ഇണക്കിളികൾ ഇങ്ങനെ കൊക്കുരുമ്മി സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ തോട്ടത്തിലൂടെ ഒരു ദമ്പതികൾ ഇങ്ങനെ നടന്നു പോവാ, ഒരു ഭാര്യയും ഭർത്താവും. അവരുടെ ഒരു പ്രത്യേകത, ദീർഘമായ ദാമ്പത്യത്തിൽ കുഞ്ഞുങ്ങളില്ല എന്നുള്ള വല്ലാത്തൊരു വിഷമവുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഈ ഇണക്കിളികളുടെ സ്നേഹപ്രകടനം അവരുടെ മനസ്സിൽ കുഞ്ഞിനോടുള്ള വല്ലാത്ത താല്പര്യം ഉണ്ടാക്കി എന്നാണ്. അവര് അള്ളാനോട് നല്ലോണം പ്രാർത്ഥിച്ചു എന്നാണ്. അള്ളാനോട് അവർ നല്ലോണം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ഭാര്യ ഗർഭിണിയായി എന്നാണ്. ഭാര്യ ഗർഭിണിയായപ്പോൾ അവർ അള്ളാഹ്ക്കൊരു നേർച്ച നേർന്നു. തന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ, ഇത് ഖാലത്ത് ഇംറഅതു ഇംറാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. നേർച്ച നേർന്ന ആ ഭാര്യയുടെ പേര് ഹന്ന എന്നായിരുന്നു. ഹന്നയുടെ ഭർത്താവിന്റെ പേര് ഇംറാൻ എന്നായിരുന്നു. 2 പേർക്കും കുഞ്ഞുണ്ടാകുന്നു എന്ന ഗർഭത്തിന്റെ സന്തോഷ വാർത്ത കിട്ടിയപ്പോൾ ഉമ്മ ഹന്ന അള്ളാഹ്ക്ക് നേർച്ച നേരെയാണ്. എവിടേക്കെന്നറിയോ? മസ്ജിദുൽ അഖ്സയിലേക്ക്,
ബൈത്തുൽ മഖ്ദിസിലേക്ക്, ഇന്ന് നമ്മൾ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുണ്യഭൂമിയിലേക്ക്, പുണ്യ മസ്ജിദിലേക്ക് ആ ഉമ്മ തന്റെ കുഞ്ഞിനെ നേർച്ചയാക്കുകയാണ്. പക്ഷെ പ്രസവം കഴിഞ്ഞു. ഫലമ്മാ വളഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വളഅത്ഹാ ഉൻസാ. പ്രസവിച്ചപ്പോ പെണ്ണാണ്. സാധാരണ ബൈത്തുൽ മഖ്ദിസിലേക്ക് നേർച്ചയാക്കാറുണ്ട്, അതിന്റെ പരിപാലനത്തിന് വേണ്ടി ആൺകുഞ്ഞുങ്ങളെയാണ് നേർച്ചയാക്കാറ്. അവിടുത്തെ ഒരു ശൈലി അതായിരുന്നു. പക്ഷേ ജനിച്ചപ്പോ പെൺകുട്ടിയാണ്. അള്ളാനോട് ഹന്ന പറഞ്ഞു, പടച്ചോനെ പെൺകുട്ടിയാണല്ലോ എന്ന്. അപ്പൊ അള്ളാഹ് പറഞ്ഞെന്താണെന്നറിയോ? വല്ലാഹു അഅലമു ബിമാ വളഅതു വലൈസ الذكر കൽഉൻസാ. അള്ളാഹ്ക്കറിയാം ഹന്ന, നീ പ്രസവിച്ചത് പെണ്ണാണെന്നും നിന്റെ ഗർഭത്തിൽ ജീവത്തിന്റെ തുടിപ്പ് ആരംഭിച്ചത് മുതൽ ആ കുഞ്ഞ് പെൺകുഞ്ഞാണെന്ന് അള്ളാഹ്ക്കറിയാം. ആണ് പെണ്ണിനെ പോലെയല്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക അനുമതി പ്രകാരം മസ്ജിദുൽ അഖ്സയിലേക്ക് നേർച്ചയാക്കപ്പെട്ടു എന്നാണ്. നേർച്ചയാക്കപ്പെട്ടു. ആ ഉമ്മ ആ മോൾക്ക് നൽകുന്നൊരു പേരുണ്ട്, ഖുർആൻ അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഇന്നീ സമ്മൈതുഹാ. പടച്ചോനെ, എന്റെ കുഞ്ഞ് പെൺകുഞ്ഞാണ്, ഞാനിതാ അവളെ പേര് വിളിക്കുന്നത് മറിയം. വഇന്നീ സമ്മൈതുഹാ മറിയം. ഞാൻ എന്റെ കുഞ്ഞിനിതാ മറിയം എന്ന് പേര് വിളിക്കുന്നു. വഇന്നീ ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. പടച്ചോനെ, നിന്റെ കുഞ്ഞിനെ തൊട്ടും നിന്റെ കുഞ്ഞിന് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ തൊട്ടും ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്നാണ്. നോക്കിങ്ങള്, ഇണക്കുരുവികൾ ഇരുന്ന് കുക്കുരുമ്മിയപ്പോൾ അവിടെ കുഞ്ഞിന് വേണ്ടി അള്ളാനോട് തേടി ആ ഭാര്യയും ഭർത്താവും. കുഞ്ഞുണ്ട് എന്നറിഞ്ഞപ്പോൾ നേർച്ചയാക്കുകയാണ്. നേർച്ച അള്ളാഹ്ക്ക് അർപ്പിച്ചു അവർ രണ്ടുപേരും കൂടി. കാരണം നേർച്ച അള്ളാഹ്ക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് അള്ളാഹ്ക്ക് നേർച്ചയാക്കുകയാണ്. പ്രസവം കഴിഞ്ഞ് തന്റെ കുഞ്ഞിന് പൈശാചിക ബാധ ഏൽക്കാൻ പാടില്ല. അള്ളാഹുവാണ് കാവൽ നൽകുന്നവൻ. അള്ളാഹുവിനോടാണ് രക്ഷ തേടേണ്ടത്. അതുകൊണ്ട് അള്ളാഹിനോട് രക്ഷ തേടി, പടച്ചോനെ, നിന്റെ കുട്ടിക്ക് അങ്ങോട്ട് ഉണ്ടാകുന്ന തലമുറക്കും നീ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ്. അള്ളാഹ് സ്വീകരിച്ചു. അള്ളാഹ് സ്വീകരിച്ചു. പിന്നെ മറിയം ബീവി വളർന്നു വരുന്നത്, പ്രിയപ്പെട്ടവരെ, പള്ളിയിലാണ്. മറിയം ബീവി വളർന്നു വരുന്നത് പള്ളിയിലാണ്. അറിയോ നിങ്ങൾക്ക്, ഖുർആനിൽ അള്ളാഹു ഒരു സ്ത്രീയുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ, അത് നമ്മളെ മറിയം ബീവിയാണ്. സ്വർഗത്തിലെ വനിതകളുടെ നേതാക്കളുടെ കൂട്ടത്തിൽ ആളാണ് മറിയം ബീവി. മറിയം ബീവി ചെറുപ്രായം മുതൽ തന്നെ വളർന്നു വരുന്നത്, പെണ്ണായ മറിയം ബീവി വളർന്നു വരുന്നത് പള്ളിക്കകത്താണ്. നോക്കിങ്ങള്, പള്ളിന്റെ അകത്ത് വളർന്നു വരുന്ന മറിയം ബീവിയെ കുറിച്ച് ഒരുപാട് കഥകൾ നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. മറിയം ബീവിയുടെ സംരക്ഷണം അവരുടെ കുടുംബക്കാരനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഔലിയാക്കളുടെ കൂട്ടത്തിലെ വലിയത്തായ പ്രഗൽഭയായ വലിയത്തായ മറിയം ബീവിയുടെ സംരക്ഷണം അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്തു. ആ വലിയത്തത പള്ളിക്കകത്ത് വളർന്നു വരികയാണ്. സംരക്ഷണാർത്ഥം ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാൻ പോകുമ്പോൾ, ഒരു ദിവസം സന്ദർശിക്കാൻ പോകുമ്പോൾ അള്ളാഹ് പറയുന്നു, അള്ളാഹ് അവിടുത്തെ ഒരു സന്ദർഭം വിശദീകരിക്കുന്നു. കുല്ലമാ ദഖല അലാ സക്കരിയൽ അലൈഹാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. മറിയം ബീവിയെ സന്ദർശിക്കാൻ വേണ്ടി പള്ളിയുടെ മിഹ്റാബിലേക്ക്, മറിയമിന്റെ അടുക്കലേക്ക് സക്കരിയ നബി പോയപ്പോൾ വജദഹാ ഇൻദഹാ റിസ്ഖാ. മറിയം ബീവിയുടെ അടുക്കൽ റിസ്ക് ആണ്, ഭക്ഷണം കാണുകയാണ്. അപ്പൊ ആ ഭക്ഷണത്തിന്റെ പ്രത്യേകത അന്ന് ആ സീസണിൽ കിട്ടാത്തതാണ്. ഏറ്റവും മുന്തിയ ഇനം ഭക്ഷണമാണ്, ആ പ്രദേശത്ത് കിട്ടാത്തതാണ്. അത്ഭുതത്തോടുകൂടി ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ചുമതലയുള്ള സക്കരിയ പ്രവാചകൻ താൻ എത്തിച്ചു നൽകാത്ത, മുന്തിയ ഇനത്തിൽപ്പെട്ട സീസണിൽ കിട്ടാത്ത അത്ഭുതകരമായ ഭക്ഷണം കണ്ടുകൊണ്ട് മറിയം ബീവിയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഖാല യാ മറിയമോ അന്നാ ലക്കി ഹാദാ. സക്കരിയ നബി ചോദിക്കുന്നു, മറിയം, എവിടുന്നാടോ ഈ ഭക്ഷണം? അപ്പൊ മറിയം ബീവി മറുപടി പറയുകയാണ്. ഖാലത്ത്, അവർ മറുപടി പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് പടച്ച റബ്ബിന്റെ അടുക്കലിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ, മറിയം ബീവി എന്ന വലിയത്തായ ഔലിയാക്കളിൽ പ്രഗൽഭയായ വനിതയായ മറിയം ബീവിക്ക് അള്ളാഹു കറാമത്ത് ഇറക്കി കൊടുക്കുകയാണ്. അള്ളാഹു നേരിട്ട് ഇടപെടുകയാണ്. ഔലിയാക്കൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം നൽകുന്ന, അവർ വിചാരിക്കുമ്പോൾ കിട്ടുന്നതല്ല, അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത്
അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന കറാമത്ത് അതിതാ മറിയം ബീവിക്ക് കിട്ടിയിരിക്കുന്നു. അത് കണ്ണുകൊണ്ട് കണ്ട സക്കരിയ പ്രവാചകൻ കറാമത്ത് കിട്ടിയ ഔലിയാക്കളുടെ കൂട്ടത്തിൽ പ്രഗൽഭയായ മറിയം ബീവിയോട് തേടാതെ ആ സന്ദർഭത്തിലതാ ഹുനാലിക ദഅ സക്കരിയ റബ്ബ, കറാമത്ത് കണ്ട ഔലിയാക്കളിൽ പ്രഗൽഭയായ മറിയം ബീവിയുടെ അടുക്കൽ വെച്ച് കറാമത്ത് കണ്ടുകൊണ്ട് ഹുനാലിക ആ സ്പോട്ടിൽ വെച്ചതാ ദഅ സക്കരിയ റബ്ബ, സക്കരിയ നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു എന്നാണ്. എന്താണ് ആ പ്രാർത്ഥന എന്നറിയോ? അത് സൂറത്തു മറിയമിന്റെ ആദ്യത്തിൽ പറയുന്നുണ്ട്. കാരണം സക്കരിയ നബിക്കും കുട്ടികളില്ല, വാർദ്ധക്യം പ്രാപിച്ചിട്ടുണ്ട്, വല്ലാത്ത പ്രതിസന്ധിയായിട്ടുണ്ട്. അതായത് ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ട്, ശരീരം മുഴുവനായിട്ട് എല്ല് ശോഷിച്ചിട്ടുണ്ട്. ഖാല റബ്ബി ഇന്നി വഹനൽ അളുമു മിന്നി, പടച്ചോനേതാ എല്ലുകൾ ശോഷിച്ചിട്ടുണ്ട്, തൊലികൾ ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ട്, നിന്റെ ശരീരം ഉണങ്ങിപ്പോയിട്ടുണ്ട്, ഞാൻ വാർദ്ധക്യമുള്ള ആളാണ്, എന്റെ ശരീരത്തുനിന്ന് ഒരു കുട്ടി ഉണ്ടാവില്ല. എന്റെ ഭാര്യയാണെങ്കിലോ ആഖിറ, അവൾ വന്ധ്യയാണ്, അവൾ പ്രസവിക്കാത്തവളാണ്, മെഡിക്കലി പ്രസവിക്കാത്തവളാണ്. പക്ഷേ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നെ റബ്ബേ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നീ ഉത്തരം തരാതിരുന്നിട്ടില്ല എന്നാണ് സക്കരിയ നബി കറാമത്ത് കണ്ടിട്ട് അള്ളഹാനോട് പ്രാർത്ഥിക്കുകയാണ് കുട്ടിനെ തരുന്നേന്ന്. വളരെ സൂറത്ത് മറിയമിന്റെ ആദ്യ പേജ് ഇങ്ങനെ അവസാനത്തേക്ക് എത്തുമ്പോ എന്താണെന്നറിയോ? അള്ളാഹ് മലക്കുകളെ പറഞ്ഞയക്കാണ് സക്കരിയ നബിന്റെ അടുക്കലേക്ക്. സക്കരിയ നബി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് മലക്കുകൾ വന്ന് പ്രവാചകൻ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, അല്ലാഹ് താങ്കൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഒരു ആൺകുഞ്ഞാണ്, കുഞ്ഞിന് പേരും അള്ളയാണ് ഇട്ടിട്ടുള്ളത്, യഹ്യ എന്നാണ് പേര്. അള്ളാഹ് കൊടുത്ത പേരാ യഹ്യ. യഹ്യ നബി നമുക്കറിയാം, സക്കരിയ നബിയുടെ പുത്രൻ അലൈഹിമസ്സലാം. മക്കീങ്ങള് അള്ളാഹ് കൊടുത്തതാണ്. അപ്പൊ സക്കരിയ നബി അത്ഭുതത്തോടുകൂടി തിരിച്ചു ചോദിക്കുന്നുണ്ട്, പടച്ചോനെ എനിക്കെങ്ങനെ ഒരു കുഞ്ഞുണ്ടാവാനാ, എനിക്കെങ്ങനെ ഒരു കുഞ്ഞുണ്ടാവാനാ? ഞാനിതാ ഇത്രമേൽ വാർദ്ധക്യം പ്രാപിച്ചു, എന്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കില്ല. സന്തോഷ വാർത്തയുമായി അള്ളാന്റെ അടുക്കലിൽ നിന്ന് മലക്കുകൾ വരുമ്പോൾ വല്ലാതെ ലജ്ജാവതിയായ ഒരു ഭാര്യയെ സക്കരിയ നബിയുടെ ഭാര്യയായി നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം പ്രായമേറെയായിട്ടും ആ ശരീരത്തിൽ നിന്നൊരു കുഞ്ഞുണ്ടാവെന്ന് പറയുമ്പോ ഒരു ചെറുപ്പക്കാരിയുടെ മനസ്സിലേക്ക് തിരിച്ചു ചെല്ലുന്ന വല്ലാത്ത വൃദ്ധയായ ഒരു പെണ്ണിനെ സക്കരിയ നബിയുടെ ഭാര്യനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഞാനെന്തിനാ പറഞ്ഞെന്നറിയോ? അത് പറഞ്ഞത് അള്ളാഹ്ക്ക് കഴിയാത്ത ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മെഡിക്കലി പ്രസവിക്കാത്ത ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിന്റെ അകത്ത്, അതിനപ്പുറം ഖുർആൻ സക്കരിയ നബിനെ പറയുന്നത് പക്ഷെ ഞാൻ ഉണങ്ങിപ്പോയി എന്നാണ്. അത് നമ്മളെ നാട്ടിൽ പച്ചക്ക് പറഞ്ഞ നിന്നെ കൊണ്ടൊന്നിനും പറ്റൂല എന്നാണ് അർത്ഥം. നിന്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവൂല എന്നാണ്. അത് പച്ചക്ക് സക്കരിയ നബി അള്ളാഹിനോട് ഏറ്റു പറയുന്നുണ്ട്, പടച്ചോനെ ഞാൻ ഉണങ്ങിപ്പോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഉണങ്ങിപ്പോയ ശരീരത്തിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുവരാൻ. അതിനപ്പുറം ഈ സക്കരിയ നബി സംരക്ഷിച്ച മറിയം ബീവി ഉണ്ടല്ലോ, ആ മറിയം ബീവിയുടെ പ്രസവം ലോകത്തിന്റെ മഹാത്ഭുതങ്ങളിൽ ഒന്നല്ലേ? മറിയം ബീവിയുടെ അടുക്കിലേക്ക് വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. ഞാൻ വന്നത് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെന്ന് അറിയിക്കാനാണ്. മറിയം ബീവി തിരിച്ചു ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യണ്ട്, അത്ഭുതത്തോടുകൂടിയാണ്. അത് മറിയം ബീവിയുടെ കറാമത്തായിരുന്നു. കറാമത്ത് വെറും ഇഷ്ടമുള്ളത് മാത്രമല്ല കിട്ടുക, അതും കൂടി നമ്മൾ അറിയണം. മറിയം ബീവിക്ക് ഇഷ്ടമല്ല കുട്ടി. കാരണം ഏതെങ്കിലും ഒരു പെണ്ണ് ഇഷ്ടാവോ ഒരു ഭർത്താവില്ലാതെ പ്രസവിക്കാന്? മറിയം ബീവിക്ക് ഇഷ്ടാവോ? ഇല്ല. അപ്പൊ ഇഷ്ടമുള്ളത് മാത്രമല്ല അള്ള കറാമത്തായി കൊടുക്കുക, ഇഷ്ടമില്ലാത്തതും കൊടുക്കുക. അതിനുള്ള തെളിവാണ് മറിയം ബീവി. മറിയം ബീവിക്ക് നിങ്ങൾ ആലോചിച്ചൊക്കെ, നാട്ടിലെ ആ കുടുംബം എന്ന് പറഞ്ഞാൽ അത്രമേൽ ആദരിക്കപ്പെടുന്ന ഒരു കുടുംബമാണ്, അത്രമേൽ ബഹുമാനം കാണിക്കുന്ന, മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്നവരും അത്ര മാന്യത കാത്തു സൂക്ഷിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ അകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ അടുക്കൽ നിന്ന് വന്നിട്ട് പറയണേ, മറിയമേ കുഞ്ഞുണ്ട് എന്ന്. രണ്ട് കാര്യം പറഞ്ഞു. ഞാൻ ഭർത്തൃമതിയല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഞാനൊരു തോന്നിയാസം ചെയ്യുന്ന ആളുമല്ല എന്നാണ്. ഈ രണ്ട് കാരണത്താലാണ് കുഞ്ഞുണ്ടാവുക. ഇതിന് രണ്ടിനും സാധ്യതയില്ല. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഖാല കദാലിക, സംഗതി അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ അള്ളാഹിനെ സംബന്ധിച്ചത് എളുപ്പമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ കടം വീട്ടാൻ കഴിയാത്ത ആളാണോ അള്ളാഹ്? നമ്മളെ കുടുംബത്തിന്റെ അകത്തെ രോഗങ്ങൾ മാറ്റാൻ കഴിയാത്ത ആളാണോ അള്ളാഹ്? നമ്മൾ എത്ര ജീവിത പ്രതിസന്ധിക്കകത്ത് പെട്ടുപോയാലും, എത്ര തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് അകപ്പെട്ടാലും ആ അള്ളാഹ്ക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, അള്ളാഹ്ക്ക് കഴിയാത്ത എന്താ ഉള്ളത്?
അള്ളാഹ്ക്ക് കഴിയാത്തൊന്നുമില്ല. പക്ഷേ ആ അള്ളാനെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. പ്രവാചക, എന്നെക്കുറിച്ച് എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ ഇന്നീ ഖരീബ്, ആ അടിമയോട് ഞാൻ ഏറ്റവും അടുത്തവനാണ് എന്ന് പറഞ്ഞേക്കണം എന്നാണ്. അള്ളാനെ അകറ്റി നിർത്തേണ്ടതെല്ലാം ഏറ്റവും അടുത്താണ്. പറയാനുള്ളതൊക്കെ അള്ളാനോട് പറയണം എന്ന് തന്നെയാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പടച്ചോനെ പേടിക്കണമെങ്കിലും പടച്ചോന്റെ സ്നേഹം ഉൾക്കൊള്ളും. ഇങ്ങനെ അള്ളാനെ അറിഞ്ഞ എന്താ മെച്ചെന്നറിയോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇബ്രാഹിം നബിനോട് ഉറക്കത്തിലാണ് അള്ളാഹ് പറയുന്നത് ഇസ്മായിലിനെ ഇറക്കണം. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നത് എന്താ വെച്ചത്, നമ്മൾ കുറെ കാലം കേട്ട ചരിത്രമാണ്. അതുകൊണ്ട് നമുക്ക് വലിയൊരു അത്ഭുതം ഇതിൽ തോന്നാനില്ല. പക്ഷെ ഇസ്മായിൽ നബിനെ കിട്ടിയതിന്റെ പിന്നാമ്പുറങ്ങൾ നമ്മളൊന്ന് ചരിത്രം വായിക്കണം. ഇസ്മായിൽ നബിയെ എത്ര കാലത്തിന് ശേഷവും എത്ര കാത്തിരിപ്പിന് ശേഷവും കിട്ടിയത്. ആ ഇസ്മായിലിനെ അറുക്കണമെന്ന് അള്ളാഹ് വഹി കൊടുക്കുകയാണ് സ്വപ്നത്തിലൂടെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇബ്രാഹിം നബിയോട് വന്നിട്ട് ഇസ്മായിൽ നബിനോട് പറയണം, ഇന്നി അറാഫിൽ മനാമി അസ്ബഹുക ഫൻദുർ മാദാ തറ. ഉറക്കത്തിൽ കണ്ടിട്ടുണ്ട് എന്നെ അറക്കണം എന്ന് അള്ളാഹ് പറഞ്ഞു, ബലി കൊടുക്കണമെന്ന്. എന്താ നിന്റെ അഭിപ്രായം എന്നാണ്. അള്ളാഹ് എന്ത് കൽപ്പിച്ചോ നിങ്ങൾ ചെയ്തോളിയും ബാപ്പേ എന്നാണ്. നോക്കി, നിങ്ങൾ അടുത്തൊരു ജീവനും കൂടി ഉണ്ട് അതിന്റെ ഉള്ളിൽ. ഉമ്മയാണ്. ഉമ്മാരെ മാനസികാവസ്ഥ എന്താവും? ഉമ്മന്റെ അടുക്കൽ പോയിട്ട് കാര്യം പറയുമ്പോൾ ഉമ്മയെ റെഡി കുളിപ്പിച്ച് വൃത്തിയാക്കി ഇസ്മായിലിനെ കയ്യിൽ കേൾപ്പിച്ച് ഇബ്രാഹിം നബി ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ ഉമ്മ പിന്നെന്നിങ്ങനെ നോക്കിക്കണം. എന്താന്ന് വെച്ചാൽ മംഗലം കഴിഞ്ഞ് നല്ല ഭക്ഷണം കഴിച്ച് നിന്റെ കുട്ടിയും ഭർത്താവും തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലല്ല. ഞാൻ വരവ് ഒരാൾ മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് തിരിച്ചു വരവ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് പറഞ്ഞയച്ചത്. അത് പറഞ്ഞ എന്തിനാണെന്നറിയോ? അങ്ങനെ ദീനിനെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞ എങ്ങനെയാണെന്നറിയോ? പടച്ചോ മനസ്സിൽ കണ്ടിരിക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ നമുക്കിതൊരു ഭാരവും. നമുക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ ദീനെടുക്കും, ആവശ്യമില്ലാത്തവർക്ക് നമ്മളിത് ഇങ്ങനെ ഒഴിവാക്കും. കാരണം ദീനിനെ ആസ്വദിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ദീനിങ്ങനെ കിൻഡിൽ കണക്കിന് ഭാരം ഏറ്റെടുക്കണ പോലെ തലയിലും ഷോൾഡറിലും നമ്മളിങ്ങനെ ഏറ്റെടുക്കണേ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു മംഗലം വന്നാൽ നമുക്ക് അവിടെ ദീന് ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം ദീനിനെ നമ്മൾ ആസ്വദിക്കണില്ല. അതുകൊണ്ട് മംഗലത്തിന്റെ തലേദിവസം നമ്മളെ വീട്ടിൽ ദീനുണ്ടാവില്ല. കാരണം ആ ദീനിനെ ശരിക്കും എന്ത് ചെയ്തിട്ടില്ല, ആസ്വദിക്കണില്ല. നമ്മൾ ഒറ്റക്കാകുമ്പോഴും ദീനിനെ ആസ്വദിക്കും. ആരും കാണാനില്ല, ആരും അറിയാല്ല. ഞാൻ ഇത് ചെയ്താൽ ഇത് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒന്നാണ് മൂളിയാ മതി. വേണ്ട, മൂളും വേണ്ട, നിശബ്ദത പാലിച്ചാൽ മതി. എന്റെ അക്കൗണ്ടിലേക്ക് വരാനുള്ളത് വമ്പൻ സംഖ്യയാണ്. കാരണം 4 പാർട്ട്ണർമാരിൽ 3 ആൾക്കും ദീനും ദുനിയാവും നോക്കാതെ ജീവിക്കണവരാ. പക്ഷേ ഞാൻ ദീന് നോക്കുന്ന ആൾക്കാരാ. അവര് 3 ആളിൽ സമ്മർദ്ദത്തിൽപ്പെട്ട് ഞാനൊന്ന് ഹറാമായ ഒരു സ്വത്ത് വരാൻ വേണ്ടി ഒന്നും ഉണ്ടായിരുന്നാ മതി. എന്റെ അക്കൗണ്ടിൽ ആ മിണ്ടാതിരിക്കലുണ്ടല്ലോ, അത് ദീന ആസ്വദിക്കാത്തുണ്ട്. ആ മിണ്ടാതിരുന്നാൽ അക്കൗണ്ടിക്ക് വരുന്നത് ഹറാമാണ്. അത് വന്നാൽ കഴിഞ്ഞ കഥ. അവിടെ മിണ്ടാതിരിക്കാൻ കഴിയണ എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ദീന ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, അള്ളാനങ്ങട് മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ, നമ്മളിപ്പോഴത്തെ പുതിയ കുട്ടികൾ പറയുന്ന മാതിരി ഇത് വേറെ വൈബും വേറെ ലെവലും ഉണ്ടാവും നമ്മൾ. കാരണം അള്ളാനെ മനസ്സിൽ കണ്ട് കൊണ്ടുവന്നാല് ഒന്നതാ പ്രിയപ്പെട്ട. രണ്ടെന്താണെന്നറിയോ? പിന്നെ നമുക്ക് ദുനിയാവിൽ ജീവിക്കൊരു പേടി ഉണ്ടാവില്ല. അള്ളാനെ മനസ്സിക്ക് വെച്ചാലേ പിന്നെ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ ഒരാളെയും നമുക്ക് പേടി ഉണ്ടാവില്ല. ഒരു സാഹചര്യം നമ്മൾ പിന്നെ ആരെ പേടിക്കണേ? ഏറ്റവും വലിയ പടച്ചോനോടാണ് നമുക്ക് പേടിയുള്ളത്. പിന്നെന്തിനാ ഓന്റെ പടപ്പുകളെ നമ്മൾ പേടിക്കണം? ആദരിക്കണം, ബഹുമാനിക്കണം. അതൊക്കെ അള്ളാഹ് നമ്മളോട് പറഞ്ഞു. അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ പടച്ചോനെ പേടി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ദുനിയാവിനെന്തിനാ നമ്മൾ പേടിക്കണേ? ദുനിയാവിനെ പേടിക്കേണ്ട ആവശ്യമില്ല. സ്വഹാബത്തിന്റെ ധൈര്യം അതായിരുന്നു പ്രിയപ്പെട്ടവരെ. സ്വഹാബത്തിന്റെ ധൈര്യം അതാ. 1000 ആൾക്കാർ മുന്നിൽ നിൽക്കുമ്പോൾ 300 ചില്ലാനങ്ങൾ നിന്നിട്ടേ റമദാൻ 17 ബദറിൽ ഫത്താക്കി പോരുണ്ടല്ലോ, അത് വെറുതെ ഉണ്ടാവില്ല. കാരണം ഇത് മുന്നേ നിൽക്കുമ്പോ തന്നെ ബേജാറ് വരും ഈമാനില്ലാത്തോന്. കാരണം എന്താ? ഇരട്ടിക്കരറ്റിയ മുന്നിൽ നിൽക്കുന്നത്. കയ്യിൽ ഞങ്ങളെ കയ്യിലുള്ളതിനേക്കാൾ ആയുധം അവരെ കയ്യിലുണ്ട്. പക്ഷേ അത് ഈമാനാണ്, പടച്ചോന മനസ്സിലുള്ളത്. അതിന്റെ മുന്നിൽ എന്തായിരം എന്ത് 10,000 അതൊന്നും വിഷയമല്ല. ആ ഫത്തഹാക്കിങ്ങോട്ട് വരുന്നതിന്റെ പിന്നിൽ മനസ്സിന്റെ അകത്ത് പടച്ചോനാ പ്രിയപ്പെട്ടവരെ. സമാധാനം കിട്ടും. കുടുംബത്തിന്റെ അകത്ത് ഞാൻ പറയുമ്പോ, കുടുംബത്തിന്റെ അകത്ത് നമ്മളെ പ്രതിസന്ധികൾ നീങ്ങാനുള്ള ഒരു വലിയ കാര്യം എന്താണെന്നറിയോ? അള്ളാനെ എല്ലാരും മനസ്സിൽ 5 ആളുണ്ടെങ്കിൽ 5 ആളെ മനസ്സിലും അള്ളാഹ് ഉണ്ടായണ്ടല്ലോ, നമ്മളെ കുടുംബം വേറെ ലെവലാവും. ആവും പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട് നമ്മളൊക്കെ ചുറ്റുവട്ടങ്ങളിൽ. ശരിക്കുണ്ടാവും. ബാപ്പിയും ഉമ്മയും മക്കളും വല്യാപ്പിയും മാമിയും എല്ലാവരും ദീനുള്ളവരായി മനസ്സിൽ അള്ളാഹിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ബോധ്യമുള്ളവരാണെങ്കിലേ അവിടെ വേറെ ലെവലാവും പ്രിയപ്പെട്ടവരെ. സമാധാനാണ്.
നോക്കിങ്ങള് തന്റെ കൂട്ടുകാരൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ആളുകൾ ഒന്നിങ്ങനെ താഴത്തേക്ക് മുട്ടിൻകാലിന്റെ അവിടേക്കൊക്കെ കാലിൽക്ക് ഒന്നിങ്ങട് എന്തെങ്കിലും തട്ടിത്തടഞ്ഞതൊന്ന് കൈകൊണ്ട് മാറ്റാൻ വേണ്ടി ഒന്നിട്ട് കുമ്പിട്ട് നോക്കിയാൽ മതി, ഗുഹയ്ക്ക് കാണും. കണ്ടാൽ ഇനാം പ്രഖ്യാപിക്കപ്പെട്ടത് അവരുടെ ജീവിതത്തിന് മാത്രമല്ല, വരും തലമുറകൾക്ക് പോലും ജീവിക്കാൻ മാത്രമുള്ള ഇനാമാണ്. റസൂലിന്റെ തല കൊണ്ടുവന്നാൽ, മുഹമ്മദിന്റെ തല കൊണ്ടുവന്നാൽ വമ്പൻ ഇനാമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹിജ്റന്റെ വേളയിൽ. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ വേദന എത്രയെന്നറിയോ? കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടുംബത്തെക്കാളും സ്വന്തത്തെക്കാളും കൂടെ നിർത്തുന്ന ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ഇരിക്കുന്നത്. ആ കൂടെ ഇരിക്കുന്ന ആളെ മുന്നിൽ പോകുന്ന ഗുഹാമുഖത്ത് കൂടി പോകുന്ന ആൾക്കാരെ ആരെങ്കിലും ഒരാൾ കണ്ടാൽ മതി, പോലും ഒന്നിച്ച് ഗുഹ പോലും പൊളിച്ചു കളഞ്ഞ് എന്ത് ചെയ്താലും അള്ളാന്റെ റസൂലിന്റെ മൃതശരീരവുമായി അവർ പോകും. ബേജാറായിരിക്കാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ലാ തഹ്സൻ അബൂബക്കർ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എന്തിനാടോ? പടച്ചോല്ലേ നമ്മളെ കൂടെ, പടച്ചോല്ലേ നമ്മളെ കൂടെ. എന്തിനാ തകരുന്നത്? എന്തിനാ തളരുന്നത്? എന്തിനാ പിടിച്ചു നിൽക്കാൻ പ്രതിസന്ധിയാകുന്നത്? ദുനിയാവിൽ ഒറ്റപ്പെട്ടാലും പടച്ചോ നമ്മളോടൊപ്പമുണ്ടെന്ന വിശ്വാസം, അത് നൽകുന്ന ഒരു കരുത്തും സമാധാനമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാനെ മനസ്സിൽ കണ്ടു വെക്കുക എന്നുള്ളതാണ്. മൂസാ നബിയും കൂട്ടാളികളും കണ്ട് വന്നിട്ട് ചെങ്കടലിന്റെ മുന്നിലുണ്ട് ബ്ലോക്കായി. കാരണം അങ്ങോട്ട് കിടക്കാൻ പറ്റൂല, തിരിഞ്ഞു പോകാനും പറ്റൂല. കാരണം ഫിറഔന്റെ ചരിത്രം വായിച്ചവർക്കറിയാം, ഫിറൗൻ പറഞ്ഞാൽ ചെയ്യും, അത്രമാത്രം ക്രൂരനാണ്. ഞോന്റെ സൈന്യം പിന്നിലുണ്ട്, മരണം ഉറപ്പാണ്. അതുകൊണ്ടാണ് മൂസാ നബിന്റെ കൂടെ ഉള്ളവർ പറഞ്ഞത്, മൂസ ഇന്നാ ലമുദ്റഖൂൻ. അത് വല്ലാത്തൊരു വർത്താനാണ്. അത് പേടിമെന്നും ഒരു ശക്തമായൊരു വർത്താനാണ്. നമ്മൾ കുടുങ്ങിപ്പോയല്ലോ എന്നാണ് മൂസാ നബി പറഞ്ഞൊരു വർത്താനം. എന്താണെന്നറിയോ? കാരണം മൂസാ നബിക്ക് ഒരു വേറൊരു ഓപ്ഷനില്ല, ദുന്യവിയായി വേറൊരു ഓപ്ഷനും അവിടെ ഇല്ല. ഏത് ദുനിയാവ് പരമായിട്ട് ഒരു അവിടുന്ന് രക്ഷപ്പെട്ട് കഴിച്ചിലായി ഒരു ഓപ്ഷനും അവിടെ ഇല്ല. പക്ഷേ മൂസാ നബി മനസ്സിന്റെ കരുത്തുകൊണ്ട് പറഞ്ഞതല്ല, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നാണ്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ വിശ്വാസത്തിന്റെ കരുത്ത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ്. തഖ്വയുടെ ആദ്യത്തെ ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഖബറിൽ നമുക്ക് ഉപകാരപ്പെടുന്നത് അതാണ്. ആ ഉപകാരപ്പെടുന്ന തഖ്വയുടെ ഒന്നാമത്തെ ഭാഗം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ഖൗഫു മിനൽ ജലീൽ. പടച്ചോനെ പേടിയാണ്. പടച്ചോനെ പേടിയാണെങ്കിൽ ആ പേടിക്കണ പടച്ചോനെ നമ്മൾ അറിയണം. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അവസാനം പ്രിയപ്പെട്ടവരെ, വീടിന്റെ ഹാളിൽ നമ്മുടെ മയ്യത്ത് ഇങ്ങനെ വെള്ള പുതച്ചു വെക്കുന്ന ഒരു ദിവസമുണ്ട്. അതന്നെ എടുത്തുണ്ടോ? എല്ലാവരും കുഴിക്കപ്പെട്ട ഖബറിന്റെ അകത്തേക്ക് വെച്ചിട്ട് എല്ലാവരും പുറത്തുനിന്ന് മണ്ണൊക്കെ വാരിയിട്ട് അണ്ട് റീഫില്ല് ചെയ്തിട്ട് തസ്ബീഹത്തും ചൊല്ലി എല്ലാവരും പോരുമ്പോ അവിടെ നമ്മൾ ഒറ്റക്ക. ആ ഒറ്റക്കായ ഖബറിൽ ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? മൻ റബ്ബുക എന്നാണ്. അതുകൊണ്ട് പടച്ചോനെ കുറിച്ച് പഠിക്കാതെ അറിയാതെയും പോയാൽ എവിടെയും രക്ഷപ്പെടൂലേ നമ്മള്. ഖബറിന്റെ അകത്ത് ഒന്നാമത്തെ ചോദ്യം, അത് നമ്മൾ ഇന്നും എന്തെങ്കിലും പഠിച്ചു. നിങ്ങൾ ആലോചിക്കും, അള്ളാഹുവിന്റെ റസൂല് ചോദ്യപേപ്പർ നമ്മൾ പണ്ട് 1ാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിക്കോ. ഖബറിലെ ചോദ്യങ്ങളിൽ ഒന്നാമത്തേത് മൻ റബ്ബുക എന്നാണ്. റബ്ബി അല്ലാഹ് എന്നാണ് ഉത്തരം. ചോദ്യവും ഉത്തരവും അള്ളാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചത്. പക്ഷെ അത് എഴുതി പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ജീവിച്ച് കാണിച്ചിട്ട് എന്ത് ചെയ്യണം? പോകണം. ജീവിച്ച് കാണിച്ച് പോവണം. എന്നാൽ എന്തുണ്ട്? നമുക്ക് ഖബറിൽ രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മൃതശരീരം കുടുംബത്തിന്റെ അകത്ത് എല്ലാവരും കരഞ്ഞ് വേർപാടിന്റെ വേദനയോടുകൂടി നിൽക്കുമ്പോഴും നമ്മൾ ദുനിയാവിൽ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ചിന്ത ഫുള്ള് ആഖിറമാവും. അവിടെ ഖബറിനകത്ത് വെളിച്ചം കിട്ടാൻ, ചോദ്യത്തിന് ഉത്തരം നൽകാൻ, അങ്ങ് സ്വർഗ പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ മൻ റബ്ബുക എന്ന ചോദ്യത്തിന്റെ മറുപടി ജീവിതം കൊണ്ട് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം. അതിന് പ്രിയപ്പെട്ടവരെ, ഇത്തരം കൂടിച്ചേരലുകളും ഇത്തരം അയൽക്കൂട്ടങ്ങളും നമുക്ക് കാരണമാകേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ മുറ്റങ്ങൾ ഇങ്ങനെ അള്ളാന്റെ ദീന് സംസാരിക്കുന്ന മുറ്റങ്ങളാവണം. അതിന് വലിയൊരു ബർക്കത്തുണ്ടാവും, ഖൈറുകൾ ഉണ്ടാവും. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അബദ്ധങ്ങളെ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഈ കുടുംബത്തിനും സമീപ കുടുംബങ്ങൾക്കും, കാരണം ഒരു കുടുംബം മാത്രമല്ല, കുടുംബത്തിന്റെ അകത്ത് സ്ത്രീകൾ ഒരു പ്രോഗ്രാം വീട്ടിൽ വരുമ്പോൾ ആണുങ്ങളെക്കാളും പ്രയാസവും ബുദ്ധിമുട്ടും എഫേർട്ട് എടുക്കുന്നതും സ്ത്രീകളാണ്. അല്ലാഹുവേ, അവർക്ക് നീ ഖൈറാത്തും ബറകാത്തുകളും ചൊരിഞ്ഞു കൊടുക്കണമേ റഹ്മാനെ. സമീപ കുടുംബങ്ങളുടെ യോജിപ്പുകളില്ലാതെ ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിക്കാൻ കഴിയില്ല. സമീപ വീടുകളിൽ നിന്നുള്ള കൂടുതലായിട്ടുള്ള യോജിപ്പുകളും അനുകൂലാവസ്ഥകളും അല്ലാഹുവേ, നീയാണെല്ലാം അറിയുന്നവൻ. അവരുടെയൊക്കെ ആവശ്യങ്ങളുണ്ട് റഹ്മാനെ. അവർക്കൊക്കെ കുടുംബപരമായിട്ടുള്ള നല്ല നല്ല മുറാദുകളുണ്ട് റഹ്മാനെ. അതൊക്കെ നീ കബൂൽ ചെയ്ത് ഹാസിലാക്കി കൊടുക്കണമേ റഹ്മാനെ.
അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളെ കുടുംബത്തിന്റെ അകത്തുനിന്ന് മറമാടപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. വാപ്പമാരും ഉമ്മമാരും ആ കൂട്ടത്തിലുണ്ട്. വേണ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടൊക്കെ നീ പരീക്ഷിക്കുന്ന ആളുകൾ ഈ വീട്ടിലും സമീപ പ്രദേശങ്ങളിലും ഈ സമീപ അയൽവക്ക വീടുകളിലുമൊക്കെ ഉണ്ടായേക്കാം. മനുഷ്യ സഹജമാണല്ലോ റബ്ബേ. അതുകൊണ്ട് നാഥാ, എല്ലാം ശിഫ നൽകണമേ റഹ്മാനെ. കടം വീട്ടണമേ റഹ്മാനെ. ഹറാമായ സമ്പാദ്യത്തിന്റെ ഒരു അംശം പോലും ഞങ്ങളെ കുടുംബത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരാനുള്ള ദുരന്തം നീ ഞങ്ങൾക്ക് അത്തരം സാഹചര്യങ്ങൾ ഒരുക്കല്ല റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.